1587 അമേരിക്കയുടെ തീരത്ത് ഒരു ചെറിയ കൂട്ടം മനുഷ്യർ എത്തി. ഓരോരുത്തർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, പുതിയ ഭൂമിയിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോൾ അവരെവിടെ പോയി? വീടുകൾ മാത്രം നിലനിൽക്കുന്നു, ഭക്ഷണമില്ല, എല്ലാം ശൂന്യം. ഒറ്റ സൂചന മാത്രം, ഒരു പോസ്റ്റിൽ ക്രോട്ടോൺ എന്ന വാക്ക്. എവിടെ പോയി ഈ 115 പേർ? എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇന്നും ആ രഹസ്യം നമ്മെ കാത്തിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് ബ്രിട്ടീഷ് കുടിയേറ്റം തുടങ്ങി. 1587 യുഎസിന്റെ കിഴക്കൻ തീരത്തിന് സമീപം ഒരു ദ്വീപിൽ ഒരു ചെറിയ കോളനി ഇംഗ്ലീഷുകാർ കണ്ടെത്തി. പുതിയ ലോകമെന്ന് യൂറോപ്യർ വിളിച്ച യുഎസിലെ അവരുടെ ആദ്യ സെറ്റിൽമെന്റ് ആയിരുന്നു അത്. എന്നാൽ ആ കോളനിയുടെ വിധി മറ്റൊന്നായിരുന്നു. യുഎസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹ സംഭവങ്ങളിലൊന്നായി മാറി. റൊണോക്കെ എന്നറിയപ്പെട്ട ആ കോളനിയുടെ പിന്നിലുള്ള ദുരൂഹത ഇന്നും അവസാനിച്ചിട്ടില്ല. കാരണം ആ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ പൊടുന്നനെ അപ്രത്യക്ഷരായി മാറിയവരാണ്. ആ തിരോധാനത്തിന്റെ രഹസ്യം ഇന്നും പിടികിട്ടിയിട്ടില്ല. മരങ്ങളിൽ അടയാളപ്പെടുത്തിയ ചില വാക്കുകൾ മാത്രം ഇന്നും സൂചനകളായി നിലനിൽക്കുന്നു. കോളനി അവിടെ സ്ഥാപിക്കപ്പെട്ട വർഷം തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യ വസ്തുക്കളും ആൾബലവും കുറവ്. ഇവയെല്ലാം വേണമെന്ന് അപേക്ഷിക്കാനായി ആ കോളനിയുടെ നിയമിക്കപ്പെട്ട നേതാവായ ജോൺ വൈറ്റ് ഇംഗ്ലണ്ടിലേക്ക് പോയി. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ പെട്ടെന്ന് പോയി വരാൻ വിമാനങ്ങളൊന്നുമില്ല. കപ്പലിൽ പോയി വന്ന ജോൺ വൈറ്റ് തിരിച്ചെത്തിയപ്പോൾ 3 വർഷം പിന്നിട്ടിരുന്നു. അവിടെ എത്തിയ അദ്ദേഹം ഞെട്ടിപ്പോയി. റൊണോക്കെ കോളനിയിലെ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആളുകളെയൊന്നും കാണാനില്ല. ദ്വീപിൽ എല്ലായിടവും തിരഞ്ഞെങ്കിലും ആരെയും കണ്ടില്ല. ചില മരങ്ങളിൽ സിയാറോ, ക്രോട്ടോൺ എന്നീ വാക്കുകൾ മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ജോൺ വൈറ്റിന്റെ ഭാര്യയും മകളും പേരക്കുട്ടിയുമടക്കം അപ്രത്യക്ഷരായിരുന്നു. ആ പേരക്കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അമേരിക്കൻ മണ്ണിൽ ജനിച്ച ആദ്യ ബ്രിട്ടീഷ് കുരുന്നായിരുന്നു അത്. ശക്തമായ മഴയും കൊടുങ്കാറ്റും വന്നതോടെ തിരച്ചിൽ അവസാനിപ്പിച്ച് ജോൺ വൈറ്റിനും സംഘത്തിനും മടങ്ങേണ്ടി വന്നു. മരത്തിൽ അടയാളപ്പെടുത്തിയ വാക്കുകൾ ഒരു ദ്വീപിന്റെ പേരായിരുന്നു. റൊണോയ്ക്ക് സമീപമുള്ള ക്രോട്ടോൺ ദ്വീപായിരുന്നു അത്. ഹട്ടേറാസ് ദ്വീപ് എന്ന പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. ഇങ്ങോട്ടേക്കാണോ റൊണോക്കയിലുള്ളവർ നീങ്ങിയതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അന്ന് ക്രോട്ടോൺ ദ്വീപിൽ ഹട്ടേറാസ് ഇന്ത്യൻസ് എന്ന പേരിലുള്ള ഒരു വിഭാഗം ഗോത്രക്കാരാണ് ജീവിച്ചിരുന്നത്. റൊണോക്കെ കോളനിയിലുള്ളവർ ക്രോട്ടോൺ ദ്വീപിലേക്ക് പോയി അവിടുത്തെ ഗോത്രക്കാരുടെ കൂടെ കൂടിയിരിക്കാം എന്ന സാധ്യതയാണ് ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നത്. റൊണോക്കയിൽ സാധനങ്ങളില്ലാതെ വന്നതും പ്രദേശത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുമാകാം അവരെ ഇതിനു പ്രേരിപ്പിച്ചത്. ജോൺ വൈറ്റിന്റെ മകൾ എലിനോർ കല്ലിൽ കൊത്തിയിട്ട ചില സന്ദേശങ്ങൾ തെളിവാണെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ ഈ സന്ദേശങ്ങൾ യഥാർത്ഥമാണോ എന്ന് ഇന്നും ഉറപ്പില്ല. 1998 ക്രോട്ടോൺ പ്രൊജക്ട് എന്നൊരു അന്വേഷണ പദ്ധതി രൂപീകരിച്ചു. അവർ ക്രോട്ടോൺ ഗ്രാമത്തിൽ ഗവേഷണവും തിരച്ചിലും നടത്തി. ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തി. ഇവ പണ്ട് റൊണോക്കയിൽ നിന്ന് പോയവർ കൊണ്ടുചെന്നതാകാമെന്നാണ് ഒരു പ്രബലവാദം. ഏതായാലും കാലം ഒരുപാട് മാറി. അന്നത്തെ അമേരിക്ക ഇന്നത്തെ വൻ ശക്തിയാണ്. എങ്കിലും ആ രാജ്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹത, തിരോധാനം ഇന്നും തുമ്പില്ലാതെ നിൽക്കുന്നു.